ശരി, അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ്, ഇപ്പോൾ ശബരിമല സ്ത്രീ പ്രവേശം മാത്രമാണോ ഇപ്പോൾ ഈ വിശാല ബെഞ്ച് പരിഗണിക്കുക? ഇപ്പോൾ വിവിധ മതങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന വിവേചനം അതൊരു വിഷയമായി വരുന്നുണ്ടോ? ഇപ്പോൾ മുസ്ലിം സ്ത്രീകൾക്ക് പള്ളികളിൽ പോകാൻ പറ്റാത്ത കാര്യം, ജൈനമതവുമായി ബന്ധപ്പെട്ട്, ക്രിസ്തു മതവുമായി ബന്ധപ്പെട്ടൊക്കെ സ്ത്രീകൾ നേരിടുന്ന വിവേചനങ്ങളുണ്ട്, അതും കൂടി പരിഗണിക്കുന്നുണ്ടോ? അത്തരം ചില സൂചനകൾ കൂടി വരുന്നുണ്ടായിരുന്നു. സ്ത്രീകൾ പൊതുവെ ആരാധനാലയങ്ങളിൽ നേരിടുന്ന വിവേചനങ്ങളല്ല ഇവിടെ പരിഗണിക്കപ്പെടുന്നത്. സമാനമായിട്ടുള്ള ചില കേസുകൾ, ഇപ്പൊ ദാവൂദി ബോറ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് ഇസ്ലാം മതത്തില് സ്ത്രീകൾക്ക് ആരാധനാലയത്തിൽ പ്രവേശിക്കുവാനുള്ള അവകാശത്തെ സംബന്ധിച്ച് അങ്ങനെ കുറെ കേസുകൾ കൂടെ ഈ കേസിന്റെ കൂട്ടത്തിൽ പരിഗണിക്കപ്പെടുന്നുണ്ട്. ഭരണഘടനാ വിഷയങ്ങളായിട്ട് ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ഈ കേസുകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രസക്തമാണ് എന്നതിലാണ് ഈ 9 ജഡ്ജ് ബെഞ്ച് ഈ കേസുകളിലെ ചോദ്യങ്ങൾ കൂടെ പരിഗണിക്കുന്നത്. അപ്പോൾ ഈ 9 ജഡ്ജ് ബെഞ്ച് ഡിക്ലെയർ ചെയ്യുന്ന ആ നിയമതത്വങ്ങൾ ഈ കേസുകളിലെ തീരുമാനത്തെയും ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് എല്ലാ വിഷയങ്ങളും ഒരുമിച്ച് പരിഗണിക്കപ്പെടുന്നത്. ഇവിടെ നേരത്തെ ഈ ചർച്ചയുടെ ആദ്യ പാദത്തിൽ ബഹുമാനപ്പെട്ട ശ്രീ ജയചന്ദ്രൻ പറഞ്ഞപ്പോ പറ്റിയൊരു തെറ്റാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിശ്വാസവും ആചാരവും തമ്മിലുള്ള സംഘർഷമല്ല ശ്രീ ജയചന്ദ്രൻ. വിശ്വാസവും ആചാരവും തമ്മിലുള്ള ഇതല്ല. വിശ്വാസവും അവകാശം എന്ന് പറയുന്ന അവകാശപ്പെടുന്ന കാര്യങ്ങളും തമ്മിലുള്ള, അല്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് റിഫൈൻ ചെയ്യുകയാണെങ്കിൽ വിശ്വാസവും അവിശ്വാസവും തമ്മിലുള്ള ഒരു സംഘർഷമാണ് ഈ കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത്. കാരണം ഈ ശബരിമലയിലെ പ്രവേശനം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വിപ്ലവ മുദ്രാവാക്യങ്ങളും മുഴക്കിക്കൊണ്ട് ഇരുട്ടിന്റെ മറവിൽ അവിടെ ചെന്ന് കയറുവാനും ക്യാമറകളുടെ സപ്പോർട്ടോടുകൂടി, ജേർണലിസ്റ്റുകളുടെ ഹോൾ ഹാർട്ടഡ് ആയിട്ടുള്ള സപ്പോർട്ടോടുകൂടി നേരിട്ടും അല്ലാതെയും സ്ത്രീകളെ, ശബരിമലയിലേക്ക് ആക്ടിവിസ്റ്റുകളെ പറഞ്ഞുവിടാനും ഒക്കെയുള്ള ശ്രമം ഉണ്ടായതിനു പുറകിൽ വിശ്വാസമല്ല, അടിസ്ഥാനപരമായിട്ട് അത് അവിശ്വാസവും ശബരിമലയെ ഒരു രാഷ്ട്രീയ പ്ലേ ഗ്രൗണ്ടായിട്ട്, ഒരു പൊളിറ്റിക്കൽ പ്ലേ ഗ്രൗണ്ടായിട്ട് മാറ്റുവാനുള്ള ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമവുമാണ് സ്മൃതി. കേരളത്തിലും ഇന്ത്യയുടെയും വിശ്വാസ മത നിയമ ചരിത്രത്തിൽ ശബരിമല വിഷയം പൊതുവെ അതിന്റെ ആഖ്യായികയായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് രജസ്വലകളായിട്ടുള്ള സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിച്ചിട്ടുള്ള ക്ഷേത്രം എന്നുള്ളതാണ്. അത് ഇന്ത്യൻ മോഡേൺ ഹിസ്റ്ററിയിൽ ഏറ്റവും വലിയൊരു മാനിപ്പുലേഷനാണ്. കാരണം ഒരു സ്ത്രീ മെനിസ്ട്രേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ല ശബരിമലയിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ടിട്ടുള്ളത്. അല്ലെങ്കിൽ ആചാരം അങ്ങനെ നിഷേധിക്കുന്നത് ഒരു വ്യക്തിയുടെ ശാരീരിക അവസ്ഥകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. ഒരു സ്ത്രീ യൗവനയുക്തയാണ് എന്നുള്ളതാണ് അവിടെ വിഷയം. മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ശബരിമലയിൽ അയ്യപ്പൻ അവസാനമായി പോയി ഇരുന്ന സ്ഥലമാണ്. അയ്യപ്പൻ ജീവനോടുകൂടി ഇപ്പോഴും അവിടെ കുടികൊള്ളുന്നുണ്ട് എന്നുള്ളതാണ് ആ വിശ്വാസം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം. മറ്റുള്ള ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു വിശ്വാസമില്ല. അയ്യപ്പൻ എവിടെയാണോ കുടികൊള്ളുന്നത് അവിടെ അദ്ദേഹം സന്യാസ രൂപത്തിൽ ഇരിക്കുന്നു എന്നതുകൊണ്ട് യൗവനയുക്തകളായിട്ടുള്ള സ്ത്രീകൾ ഒന്ന് മാറി നിൽക്കുന്നതാണ് ഉചിതം. അദ്ദേഹത്തിന്റെ സന്യാസം, വിശ്വാമിത്രന്റെ വരെയും തപസ് തടസ്സപ്പെടുത്തുവാൻ മേനകയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു മിത്തിക്കലായിട്ടുള്ള ഒരു പാസ്റ്റ്, അല്ലെങ്കിൽ ലെജൻഡറി ആയിട്ടുള്ള ഒരു പാസ്റ്റ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചില വിശ്വാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ശബരിമലയിൽ അയ്യപ്പൻ കുടികൊള്ളുന്നു. മറ്റുള്ള ക്ഷേത്രങ്ങളിൽ, മഹാക്ഷേത്രങ്ങളിലൊക്കെ അയ്യപ്പ വിഗ്രഹങ്ങളുണ്ട്, പക്ഷെ അവിടേക്ക് അയ്യപ്പൻ വന്ന് ഇരിക്കുന്നു എന്നുള്ളതല്ല. അപ്പൊ അങ്ങനെ ആ ഒരു പ്രത്യേക വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എക്സ്ക്ലൂഷൻ, അത് മെനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എക്സ്ക്ലൂഷനായിട്ട് ഒരു നറേറ്റീവ് ചമച്ചെടുത്ത് ഒരു പൊളിറ്റിക്കൽ നറേറ്റീവായിട്ട് കേരളത്തിൽ അതൊരു വലിയ വിഷയമായിട്ട് ഉയർത്തി, ഇതുപോലെ ഒരു വിശ്വാസവും ഇല്ലാത്ത, ഈ വിശ്വാസത്തെ ഏറ്റവും ജുബുക്സാവഹമായിട്ട് കാണുന്ന ഒരു കൂട്ടം ആക്ടിവിസ്റ്റ് രാവിന്റെ മറവിൽ അവിടെ തള്ളിക്കയറ്റി അതിന് അനുബന്ധമായിട്ട് കേരളമൊട്ടാകെ രാഷ്ട്രീയ പ്രസംഗങ്ങളും നടത്തി, പോരുവിളികളും നടത്തി, സർക്കാരിൽ ഉത്തരവാദിത്വപ്പെട്ട ചുമതലകൾ വഹിക്കുന്ന മന്ത്രിമാരുൾപ്പെടെയുള്ളവർ നടന്ന കാര്യം കേരളത്തിൽ മറക്കാൻ കഴിയില്ല. പക്ഷേ ഇതിനോട് വിയോജിക്കുന്നവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാ സ്വാതന്ത്ര്യങ്ങളും അല്ലെങ്കിൽ അത് നേടിയെടുക്കുന്നത് ഇത്തരം ആചാര ലംഘനങ്ങളിലൂടെയാണ്. ക്ഷേത്രപ്രവേശനം എങ്ങനെയാണ് സാധ്യമായത്? വിശ്വാസികളാണോ ക്ഷേത്രപ്രവേശനം നടത്തിയത് എന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലല്ലേ അവസാനം ആ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുകയുള്ളൂ എന്ന ചോദ്യം തിരിച്ചുയരുന്നു. അല്ലല്ല, വൺ ക്വസ്റ്റ്യൻ വൺ ആൻസർ. ഈ ജാതി അയിത്ത സംബന്ധമായിട്ടുള്ള എക്സ്ക്ലൂഷൻസ് ഒന്നും തന്നെ അത് യഥാർത്ഥത്തിൽ റിലീജിയസ് സ്ക്രിപ്റ്റേഴ്സ് ഓർഡൈൻ ചെയ്യുന്നതല്ല, അനുശാസിക്കുന്നതല്ല. ഞാനിതിപ്പോ പറയുന്നത് ഈ വിഷയത്തിൽ അപ്പിയർ ചെയ്തിട്ടുള്ള ഒരു ലോയർ എന്നുള്ള നിലയിലാണ്. ഇതൊന്നും തന്നെ സ്ക്രിപ്ചറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് വഴി സാങ്ഷൻ ഉള്ള ഒരു വിഷയമല്ല.
ഇവിടെ ഈ എന്താ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ശബരിമലയുടെ മൗലികമായിട്ടുള്ള ഒരു വിശ്വാസമാണ്. തീർച്ചയായിട്ടും ഞാനൊന്ന് മറുപടി പറഞ്ഞോട്ടെ, എന്നിട്ട് അങ്ങയുടെ ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം. ഞാനിതൊന്ന് മറുപടി പറഞ്ഞോട്ടെ. അപ്പോ സാധാരണ രാഷ്ട്രീയ പോരാട്ടങ്ങൾ, ജാതിക്കെതിരെ, ഐക്യത്തിനെതിരെ ഒക്കെ നാം നേടിയിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള പോരാട്ടങ്ങളുമായിട്ട് ഇതിനെ ക്ലബ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമില്ല എന്ന് പറയാനുള്ള കാരണം, മറ്റു പല ക്ഷേത്രങ്ങളിലും മറ്റൊരു ക്ഷേത്രങ്ങളിലും ഇത്തരത്തിലൊരു ഏജ് ബേസ്ഡ് ആയിട്ടുള്ള എക്സ്ക്ലൂഷൻ, മെനിസ്ട്രേഷൻ ബേസ്ഡ് ആയിട്ടുള്ള എക്സ്ക്ലൂഷൻ അല്ല. ഈ ചട്ടത്തിലൊന്നും തന്നെ മെനിസ്ട്രേഷനെ കുറിച്ച് പറയുന്നില്ല. ഇവിടെ നമുക്കറിയാം, കേരളത്തിൽ ഒരു പൊതുസമ്മേളനം നടത്തിയപ്പോൾ അതിന്റെ ഒരു ഗേറ്റ്, വളരെ സുന്ദരമായിട്ടുള്ള ഒരു ഗേറ്റ് ഒക്കെ തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തതെന്നും അതുകൊണ്ട് സംവേദിക്കാൻ ആഗ്രഹിച്ച സന്ദേശം എന്താണെന്നും ഒക്കെ ഉള്ളത് നമുക്കറിയാം. ശബരിമലയിൽ അതൊന്നുമല്ല. അയ്യപ്പസ്വാമി അവിടെ സന്യാസിയായിട്ടിരിക്കുമ്പോൾ ചെറുപ്പക്കാരികളായിട്ടുള്ള പെണ്ണുങ്ങൾ ആ കൊടും വനത്തിലേക്ക് കയറി ചെന്ന് അവിടെ ചെന്ന സന്യാസത്തെ ശല്യപ്പെടുത്തരുത് എന്ന വളരെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു വിശ്വാസം. ഒരു ബ്രാഹ്മണിക് ടെമ്പിൾ അല്ല ശബരിമല. അത് നൂറ്റാണ്ടുകളായിട്ട് മലയരയന്മാരുടെ നേതൃത്വത്തിൽ പൂജകൾ നടത്തി വന്ന പരമ്പരാഗതമായിട്ടുള്ള നാട്ടാചാരങ്ങളും കാട്ടാചാരങ്ങളും ഒക്കെ നിലനിന്നിരുന്ന ഒരു സാധാരണ ഒരു വിശ്വാസ കേന്ദ്രമാണ്. അവിടെ നിങ്ങൾ ലെജൻഡറി ആയിട്ട് ഇപ്പം ഗുരുവായൂർ ക്ഷേത്ര പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ വൈക്കം ടെമ്പിൾ എൻട്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ ഒക്കെ നാം പറയുന്ന ആ പോരാട്ടവും ഇവിടെ ശബരിമലയുമായിട്ട് ഒരു ബന്ധമില്ല. അതൊരു പൊളിറ്റിക്കൽ മാനിപ്പുലേഷൻ തന്നെയായിരുന്നു അങ്ങനെ ഒരു നറേറ്റീവ് എസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ കഴിഞ്ഞു എന്നുള്ളത്. എനിവേ, ശ്രീ ജയചന്ദ്രന്റെ ചോദ്യത്തിന് എനിക്ക് മറുപടി പറയാൻ അവസരം തരാം. അത് കൂടി പറഞ്ഞോളൂ. അദ്ദേഹം ചോദിക്കട്ടെ. ശ്രീ ജയേന്ദ്രൻ ചോദിക്കൂ. ഇത്രേ ഉള്ളൂ. അഡ്വക്കേറ്റ് എം അഭിലാഷ്, എനിക്കൊരു ചോദ്യം ഉള്ളത് ഇതാണ്. ഈ റൂൾ 3B റദ്ദാക്കിയത് എന്തിനാണ്? അതാണ് എന്റെ ചോദ്യം. റൂൾ 3B റദ്ദാക്കിയത് 10നും 50നും ഇടയ്ക്കുള്ള ഏജിലുള്ള സ്ത്രീകളെ ആചാരത്തിന്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്രത്തിൽ നിന്നും ശ്രേഷ്ഠ പ്രവേശനത്തിൽ നിന്നും തടയാൻ കഴിയും എന്നുള്ളത്, എക്സ്ക്ലൂഡ് ചെയ്യുവാൻ കഴിയുമെന്നുള്ളത് നിയമപരമാക്കി വെച്ചിട്ടുള്ള റൂൾ 3B ആണ് റദ്ദാക്കിയത്. അത് മനസ്സിലാക്കണം. അത് ശബരിമല സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റൂൾ ആയിരുന്നില്ല. കേരള സംസ്ഥാന സർക്കാരിന്റെ ശക്തമായിട്ടുള്ള നിലപാട് ഈ വിഷയം പരിഗണിക്കപ്പെട്ട് തീരുമാനിക്കുന്നതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമായിരുന്നു. റിവ്യൂ പെറ്റീഷൻ പരിഗണനയിൽ വന്ന വേളയിലും ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ടുള്ള കേരളത്തിലെ ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിന്റെ ആചാരങ്ങൾ ഒന്ന് പൂർത്തിയാക്കിക്കൊള്ളട്ടെ. അങ്ങയുടെ ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം. ക്ഷേത്രത്തിന്റെ ആചാരങ്ങൾ സംരക്ഷിക്കുവാൻ ഉത്തരവാദിത്വമുള്ള ദേവസ്വം ബോർഡ് റിവ്യൂ ഹർജി പരിഗണനയ്ക്ക് വന്ന വേളയിൽ അതുവരെ ശബരിമലയിലെ ആചാരങ്ങളെ ശക്തമായിട്ട് ഡിഫെൻഡ് ചെയ്തിരുന്ന ദേവസ്വം ബോർഡ് അവിടെ വെച്ച് നിലപാട് മാറ്റം നടത്തുകയാണ് ഉണ്ടായത്. ഞങ്ങൾ ഇതിനുവേണ്ടി ഇനി നിലകൊള്ളുന്നില്ല, ഇനി കോടതി ഉത്തരവ് വഴി പോകട്ടെ എന്നുള്ള രീതിയിൽ അവർ പിന്തുടർന്നുകൊണ്ടിരുന്ന നിലപാട് അവർ അടിയറവ് വെച്ചിട്ട് കൂടിയും അതിനെ നിയമപരമായിട്ട് കണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ 5 അംഗ ബെഞ്ച് തങ്ങളുടെ തന്നെ വിധിയിൽ സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് ലാർജർ ബെഞ്ചിനെ റെഫർ ചെയ്യുകയാണ്. ഈ റൂൾ 3B എന്നത് ശ്രീ ജയചന്ദ്രൻ ഒരു തരത്തിലും അത് സ്ത്രീകളെ ശബരിമലയിൽ പ്രവേശിക്കുന്നതിൽ നിന്നും സ്പെസിഫിക് ആയിട്ട് വിലക്കുകയല്ല ചെയ്യുന്നത്. ആചാരപ്രകാരം ചില റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ ഈ പ്രായത്തിൽപ്പെട്ട ആൾക്കാർക്ക് ആചാരപ്രകാരമുള്ള റെസ്ട്രിക്ഷൻസ് വിധേയം അത് പ്രസക്തമായി നിയമപരമായിട്ട് നിലനിൽക്കുമെന്ന് മാത്രമാണ് റൂൾ 3B പറയുന്നത്. അതിനെ ഇൻവാലിഡേറ്റ് ചെയ്യാനുള്ള കാരണം സംസ്ഥാന സർക്കാരിന് എന്നാ പിന്നെ ചട്ടം അങ്ങ് ഭേദഗതി ചെയ്താൽ പോരായിരുന്നു? എന്തിനാ സുപ്രീം കോടതിയെ കൊണ്ട് ഇൻവാലിഡേറ്റ് ചെയ്യിപ്പിച്ചത്? അവർക്കതിനുള്ള പൊളിറ്റിക്കൽ വിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഉത്തരവ് വഴി അവർക്ക് അത് ഇൻവാലിഡേറ്റ് ചെയ്ത് സഭയുടെ തളത്തിൽ അത് വെക്കാമായിരുന്നുവല്ലോ. നേരിട്ട് ചെയ്യുവാൻ ഒരു ധൈര്യം കാണിക്കാൻ കഴിയാഞ്ഞ ഒരു വിഷയം ഇതൊരു പൊളിറ്റിസൈസ് ചെയ്തുകൊണ്ട് ഇത് സുപ്രീം കോടതിയിൽ ഉമ്മൻചാണ്ടി സർക്കാർ എടുത്ത വളരെ വ്യക്തമായിട്ടുള്ള നിലപാട്, ആ നിലപാടിൽ നിന്നും വ്യത്യസ്തമായ ഒരു നിലപാട് കൈക്കൊണ്ടുകൊണ്ട് ഈ ഹർജിക്കാർക്ക് അനുകൂലമായിട്ട്, ഈ ഹർജിക്കാരൊന്നും തന്നെ ശബരിമലയിൽ വന്നിട്ടുള്ളവരല്ല ശ്രീ ജയചന്ദ്രൻ, ശബരിമലയെ കുറിച്ച് ഒന്നും അറിയുന്നവരുമല്ല. എങ്ങനെ ഈ നോർത്ത് ഇന്ത്യൻസ് ആയിട്ടുള്ള, ഇപ്പോഴും നമുക്കറിയാം നോർത്ത് ഇന്ത്യ എന്ന് പറയപ്പെടുന്ന ഈ ഭൂവിഭാഗത്തിൽ നിന്നും എത്ര പേര് ശബരിമലയിൽ വരുന്നുണ്ട്? ബോംബെയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. നോർത്ത് ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ശബരിമല എന്ന് പറയുന്നത് ഇമ്മെറ്റീരിയൽ ആണ്. അവർ വരുന്ന സ്ഥലം പോലും അല്ല. അവിടെ നിന്നാണ് ലിറ്റിഗൻസ് വന്നിട്ടുള്ളത്. ആ ലിറ്റിഗൻസിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മുടെ കേരളത്തിലെ സംസ്ഥാന സർക്കാർ ശക്തമായിട്ടുള്ള നിലപാടെടുത്തത്. അപ്പൊ സർക്കാരിന്റെ കൊള്യൂഷൻ നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ സർക്കാർ ആ നിലപാട് തന്നെ ഉയർത്തിപ്പിടിക്കട്ടെ. എനിക്ക് വിയോജിപ്പൊന്നുമില്ല, പക്ഷെ അത് വലിയൊരു ഘടകമായിട്ട് വന്നിട്ടുണ്ട് ശ്രീ ജയചന്ദ്രൻ.
ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.